പഴയ കഥയിലൊക്കെ ഉണ്ടല്ലോ, എവിടുന്നോ ചില എംബോക്കികൾ തെണ്ടിത്തിരിഞ്ഞു വന്നിട്ട് അവസാനം രാജ്യവും കിട്ടി രാജകുമാരിയും കിട്ടി എന്ന മട്ടിൽ അവസാനിക്കുന്നത്. അതുപോലെയായി ഇവന്റെ കാര്യം. ഞാൻ നിങ്ങളെ രണ്ടാമത് ആയുധം എടുക്കാണോ? ആ ഇനിയിപ്പോ വലയിടാൻ നിന്നിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ വെറുതെ കാശ് ചെലവ്. കാശിന്റെ കാര്യമൊന്നും നിങ്ങൾ അറിയണ്ട. എത്ര പണം വേണേലും ഞങ്ങൾ തരാം. എവിടെ കിട്ടും മരക്കാരും മംഗലുകാര്? ആ അതൊന്നും എനിക്കറിയാൻ മേല. പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാ അവര് ചിലപ്പോ ബോട്ട് കൊണ്ട് നടക്കും. അത് അവിടെ കാശെറിഞ്ഞാൽ. ആണോ? ആ ആരേലും ഒരാൾ പോയി പറഞ്ഞു നോക്ക്. ഒരാളോടെ നിക്ക്. വാ പോകല. ബോട്ട് ഇറക്കുന്നതൊക്കെ ഞാൻ ഇറക്കിച്ചോളാം. അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. പക്ഷെ സംഗതി നിങ്ങൾക്ക് ഉടനെ ഇവിടെ നിന്ന് പോകാൻ പറ്റിയില്ല. ഒരാള് മിസ്സിങ്ങാ. എനിക്ക് കേസ് ചാർജ് ചെയ്യാണ്ടിരിക്കാൻ ഒക്കില്ല. സാർ ഞങ്ങൾ ഒന്നിച്ച്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ കേസ് മാൻ മിസ്സിങ്ങാ എന്ന് പറഞ്ഞാ ബോഡി കിട്ടി പോസ്റ്റ്മോർട്ടം നടത്തി നാച്ചുറൽ ഡെത്ത് ആണെന്ന് തെളിയുന്നത് വരെ നിങ്ങൾക്ക് അങ്ങനെ അങ്ങ് പോകാൻ സാധിക്കില്ല. നിങ്ങൾ മെഡിക്കൽ സ്റ്റുഡൻസ് ആണെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാ
ഞാൻ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു വന്നത്. ഒന്നാമത് നിങ്ങൾ ഈ നാട്ടുകാരല്ല. സാർ, ഇപ്പൊ ഞങ്ങളെ ഈ നേരത്ത് ലോക്കൽ അഡ്രസ് വല്ലതും ഉണ്ടോ വന്ന് ജാമ്യം എടുത്തോണ്ട് പോവാൻ? ഉണ്ടോ? ഉണ്ട്. ആരാ? മേലെ വീട്ടിലെ തമ്പി സാർ, റെയിൽവേ ഡിവിഷനിൽ അക്കൗണ്ട് ഉണ്ടായിരുന്ന റിട്ടയർ ചെയ്ത തമ്പി സാറിന്റെ? ഈ തെരയെ പോയ പയ്യൻ തമ്പി സാറിന് വേണ്ടപ്പെട്ടതാണോ? അതെ. ആരായിട്ട് വരും? ക്ലോസ് റിലേറ്റീവ് ആണ്. വിവരം അറിയിച്ചാൽ അദ്ദേഹം വന്ന് ജാമ്യത്തിൽ എടുത്തോളൂ. വേണ്ട, വിളിക്കണ്ട. അങ്ങനെ പെട്ടെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ആണ്. ഞങ്ങൾ ആരെങ്കിലും ചെന്ന് സ്ലോ ആയിട്ട് കാര്യം പറഞ്ഞ് പരമശിവം സാർ. നീ ഒന്ന് ചെയ്യ്. ജീപ്പ് എടുത്ത് ഇതിൽ ഒരാളെയും കൂട്ടിയിട്ട് പോയി അവരെയും കൂട്ടിയിട്ട് ഇരിക്കവാ. സാർ. ഒരാൾ പോയാ മതി. ഒരാളോടെ നിൽക്ക്. എന്തു പറയും എനിക്കറിയില്ല. ആഹാ, താനായിരുന്നോ? ഒരു വണ്ടിയുടെ ശബ്ദം പോലെ തോന്നി. എവിടെ മറ്റ് ശിശുപാലന്മാരൊക്കെ? யாரு? பரமசிவமா? ஆமாங்க. நீ ஏன் இங்க? മറ്റു മൂന്നാളും എവിടെ? ഏണ്ടാ ഇത്? സാർ, നീങ്ക സ്റ്റേഷൻ വരണം വാങ്ക. ഓ, അപ്പൊ മറ്റു വിദ്വാൻമാരെല്ലാം അവിടെ കുടുങ്ങിയിരിക്കുക. എന്നാ പരമശിവം? അവളോതാനാ? പറവാല്ലേ. ചെറുപ്പക്കാരായാൽ ഒരിക്കലെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറിയിരിക്കണം. ഇതെന്താ മണല്? കടപ്പുറത്ത് പോയായിരുന്നു? ഞങ്ങളെല്ലാരും കൂടെ കടലിൽ കുളിക്കായിരുന്നു. പെട്ടെന്ന് തെര പൊങ്ങി. ലോപ്പസും ഭാസ്കറും തെരയപ്പെട്ടു. ലോപ്പസ് മാത്രമേ തിരിച്ചു വന്നുള്ളൂ.